ഹായ് ഫ്രണ്ട്സ്, ശിവാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റിയും കയ്പ്പ് കുറഞ്ഞതുമായ പാവയ്ക്ക തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഞാനിവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടത്തരം വലിപ്പമുള്ള ഒരു പാവയ്ക്കയാണ്. അപ്പോൾ പാവയ്ക്ക ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേ പാനിലോട്ട് തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇവിടെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് 3 ചെറിയ ഉള്ളി 2ആയി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വലിയൊരു സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെള്ളവും 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പാവയ്ക്കും സവോളയൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ പുളി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പുളി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോൾ നമുക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എത്രയാണ് പുളി ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടി കുറുക്കിയെടുക്കാം. അപ്പം നമ്മുടെ തീയൽ ഇവിടെ കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങ് കുറുക്കേണ്ട ആവശ്യമില്ല. ഇത് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ചുകൂടി കുറുകും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കടുക് താളിച്ചിടാം. പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 2-3 ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ പാവയ്ക്ക തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.